ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ്. ഇങ്ങനെ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നമ്മുടെ മക്കളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. ഈ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ്. എത്രത്തോളം കുതിരാനായിട്ട് വെക്കുന്നോ അത്രയും നന്നായിരിക്കും. ഇത് കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 പീസ് റസ്കും കൂടെ ഇട്ട് കൊടുക്കാം. റസ്ക് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഞാനിവിടെ 5 എണ്ണവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു റെസിപ്പിക്ക് പച്ചരി റേഷൻ പച്ചരി ആയിരുന്നാലും സാധാ പച്ചരി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇതെല്ലാം കുക്കറിലേക്കിട്ട് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാൽപ്പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റായിട്ട് പാലൊന്ന് ചൂടാവുന്ന സമയത്താണ് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പാലിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാല് ചെറുതായിട്ടൊരു ചൂടുള്ള സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒട്ടും ചൂടില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെ നല്ല തിളച്ച പാലിലേക്കാണെങ്കിലും ഈ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ കട്ടയായി പോവും. ഇതൊരു മധുരത്തിന്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. മധുരം ഇത്രയും വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഈ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഈ ഒരു മിക്സ് തിളച്ച് വന്ന ആ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പാലിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഈ പാലുമായിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഒരു പാലിൽ കിടന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചൂടോടെയോ അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിത് പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.